കരമന അഖിൽ വധക്കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 4 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. 8 പ്രതികളുടെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. സുലേഖ ശശികുമാർ വിശദാംശങ്ങളുമായുണ്ട്. സുലേഖ, എങ്ങനെയാണ് വിവരങ്ങൾ? മെയ് 10-നാണ് 10 വൈകിട്ടാണ് ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകം തിരുവനന്തപുരത്ത് ഉണ്ടായത്. കരമനയിൽ വെച്ചാണ് ഇത്തരത്തിൽ അഖിലിനെ 3 പേർ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതിൽ പ്രതികളായിട്ടുള്ള മുഴുവൻ പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഈ ഒരു നടപടി എന്ന് പറയുന്നത്. 8 പ്രതികളാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നത്. ഈ 8 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട സാഹചര്യത്തിൽ നാളെയോടെ തെളിവെടുപ്പ് നടത്താനാണ് പ്രതികളെ എത്തിച്ച് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് നീക്കം. വിനീത് രാജ്, അപ്പു എന്ന അഖിൽ, സുമേഷ്, ഇവർ സഞ്ചരിച്ച ഇന്നോവ കാർ ഓടിച്ച അനീഷ്, ഗൂഢാലോചനയിൽ പങ്കാളിയായ ഹരിലാൽ, കിരൺ കൃഷ്ണ, അരുൺ ബാബു, അഭിലാഷ് എന്നിവരാണ് സംഭവത്തിലെ പ്രതികൾ എന്ന് പറയുന്നത്. കരമന മരുതൂർ കടവ് സ്വദേശിയാണ് അഖിൽ, കൊല്ലപ്പെട്ട അഖിൽ. ഈ അഖിലിനെ കമ്പിവടി ഉപയോഗിച്ച് തലക്കടിച്ചും ഭാരമുള്ള കല്ല് ശരീരത്തിൽ എറിഞ്ഞുമാണ് കൊലപ്പെടുത്തിയതെന്നാണ് CCTV അടക്കമുള്ള ദൃശ്യങ്ങളിൽ നമ്മൾ തന്നെ നേരിട്ട് കണ്ടതാണ്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ആര്യ. ശരി, സുലേഖ ശശികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.